ഇനി നമ്മൾ 22-ാം തീയതി ഷിഫ്റ്റ് 1-ന്റെ 12th ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ 12th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കിൾസ് കോണിക് സെക്ഷനകത്തെ സർക്കിൾസിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സർക്കിളിൻ്റെ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ലെറ്റ് ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആർ ഫോർ വിച്ച് ദ സർക്കിൾസ് രണ്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇന്റർസെക്ട് അറ്റ് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. അപ്പോൾ സർക്കിൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു ഇന്റർസെക്ട് അറ്റ് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. റെഡി അല്ലേ? ഓക്കെ, ഇൻ ദ ഇന്റർവെൽ ആൽഫ ബീറ്റ ദെൻ ആൽഫ ഇൻറ്റു ബീറ്റ എത്ര എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അതൊക്കെ ഓൾറെഡി നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ മക്കൾ നമുക്ക് തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതൊരു ഇക്വേഷനാണ്. നെക്സ്റ്റ് ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ജനറൽ ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2g ഈക്വൽ ടു -4ഉം 2f ഈക്വൽ ടു -2 ആണ്. അപ്പോൾ g ഈക്വൽ ടു നമുക്ക് -2ഉം f ഈക്വൽ ടു നമുക്ക് -1ഉം കിട്ടും. സോ നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് 2ഉം 1ഉം ആണ്. സോ നമുക്കത് x-2 ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ y-1 ഹോൾ സ്ക്വയർ അല്ലേ. സോ ഇനി നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് എന്ന് പറഞ്ഞാൽ √g² പ്ലസ് f² ദെൻ -c സോ നമുക്കിവിടെ +4 വരും. സോ 2² 4 ദെൻ 1 4 8 നമുക്ക് 3 കിട്ടും. ഓക്കെ, റേഡിയസ് 3. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ ആൻഡ് അടുത്ത് എന്താ നമുക്ക് കിട്ടുന്നത്? x - ഞാൻ ഇവിടെ എഴുതി, അതിൽ നിന്ന് x-2 ഹോൾ സ്ക്വയർ പ്ലസ് y-1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3². റെഡി? അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കറിയാം സർക്കിൾ ഇന്റർസെക്ട് അറ്റ് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എന്ന് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് നമുക്ക് കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ നമ്മുടെ സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പം ഇത് നമ്മുടെ സർക്കിള്, നമ്മുടെ അടുത്ത സർക്കിള്. ഈ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? എന്താ ഇവിടാണ് സെൻറ്റേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് -1, -4 എന്ന് കൊടുക്കാം. ഇവിടെ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 2, 1 എന്ന് നമുക്ക് കൊടുക്കാം. റെഡി അല്ലേ? ദെൻ ഇതിൻ്റെ റേഡിയസ് നമുക്ക് അറിയത്തില്ല. ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് 6 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ പക്ഷെങ്കിൽ ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇത് നമുക്ക് 3 എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. അയ്യോ സോറി കറക്റ്റാണ്, 3 എന്ന് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഇതല്ലേ 3². ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. 2 ഡിസ്റ്റിങ്ക്റ്റ് സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് 2 ഡിഫറെൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദ മോഡുലസ് ഓഫ് R1 - R2 ദെൻ ലെസ് ദാൻ C1 C2 ലെസ് ദാൻ R1 + R2. ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ R1 - R2 എന്ന് പറയുമ്പോൾ R - 3 വരും. ദെൻ C1 C2 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫോമിൽ 2 - -1 3 വരും. ദെൻ 1 - 1 - 4 5 വരും. ഓക്കെ, സോ നമുക്ക് √3² നമുക്ക് എത്ര കിട്ടും മക്കളെ? 2 + 1 നമുക്ക് അങ്ങനെ എഴുതാം. 2 + 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 + 4 ഹോൾ സ്ക്വയർ ദെൻ നമുക്ക് R + 3 എന്ന് കിട്ടും. റെഡി അല്ലേ? ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ 3² 9 കിട്ടും, 5² 25 കിട്ടും, 34 എന്ന് വരും അല്ലേ. സോ R - 3 ലെസ് ദാൻ √34 ലെസ് ദാൻ R + 3 നമുക്ക് കിട്ടും. റെഡി ആണല്ലോ? സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 എണ്ണമായിട്ട് കിട്ടും. സോ ഒന്ന് മോഡ് R - 3 ലെസ് ദാൻ √34 ആൻഡ് ദെൻ എന്താണ് R + 3 ഗ്രേറ്റർ ദാൻ √34. സോ ഇങ്ങനെ നമുക്ക് 2 എണ്ണമായിട്ട് നമുക്ക് കിട്ടും. റെഡി ആണല്ലോ? സോ ഇനി ഇവിടെ നോക്കിയാൽ ഇത് മോഡുലസ് ആയതുകൊണ്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ? -√34 ലെസ് ദാൻ R - 3 ലെസ് ദാൻ √34 എന്ന് വരും. റെഡിയാണോ മക്കളെ? ഓക്കെ, സോ അപ്പോൾ ഇവിടുന്ന് R-ൻ്റെ വലുത് കിട്ടും. ദെൻ നമുക്ക് ഇവിടുന്ന് R ഗ്രേറ്റർ ദാൻ √34 - 3 എന്നും കിട്ടും. റെഡി അല്ലേ? സോ അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ടാണ് -√34 + 3 R ദെൻ ഇവിടെ നമുക്ക് 34 + 3. റെഡി ഗായ്സ്? സോ അപ്പോൾ നമുക്ക് R-ൻ്റെ വാല്യൂസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മളിനി R-ൻ്റെ വാല്യൂ 2 കിട്ടും. 2 ഇൻ്റർസെക്ഷൻ എടുക്കാം നമ്മൾ. 3 - √34 3 + √34 നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടുന്ന് കിട്ടുന്നത് അടുത്തത് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇൻ്റർസെക്ഷൻ √34 - 3 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് കോമൺ ആയിട്ട് എന്തായിരിക്കും കിട്ടുന്നത്? R belongs to
നമുക്ക് √34 - 3 ദെൻ √34 + 3 ആയിരിക്കും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതായിരിക്കും ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ആണ് നമുക്ക് വേണ്ടത്. √34 - 3 ഇൻറ്റു √34 + 3. വളരെ സിമ്പിൾ ചോദ്യമാണ്, ഒന്നുമില്ല. സോ ഇത് ഈസി ആയിട്ട് ചെയ്യാം. 34 - 9 എന്ന് കിട്ടും. a² - b² എന്നുള്ള ഫോം. സോ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. സോ 25 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റെഡി.